കരിയറിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയ പരിശീലകനാണ് രാഹുൽ ദ്രാവിഡ്. ഇന്ത്യയുടെ വൻമതിൽ തനിക്ക് നൽകിയ അവസരങ്ങളെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചും സഞ്ജു സാംസൺ ഈ അടുത്തും സംസാരിച്ചിരുന്നു. അടുത്തിടെ കേരള രഞ്ജി ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ ദ്രാവിഡ് നൽകിയ സഹായങ്ങളെക്കുറിച്ച് സഞ്ജുവിന്റെ പിതാവ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തിരുന്നു. സഞ്ജു സാംസന്റെ ആദ്യകാല കരിയർ മുതൽ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ വരെയുള്ള യാത്രകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള കോച്ചാണ് രാഹുൽ ദ്രാവിഡ്. വ്യത്യസ്ത ഘട്ടങ്ങളിൽ സഞ്ജുവിനോടൊപ്പം ദ്രാവിഡ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി ദ്രാവിഡ് സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്തും സഞ്ജുവിന് അദ്ദേഹത്തിന്റെ ശിക്ഷണം ലഭിച്ചിരുന്നു. ഇന്ത്യയെ T20 ലോകകപ്പ് 2024 കിരീടം ചൂടിച്ച ശേഷം ദേശീയ പരിശീലക സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ ദ്രാവിഡ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ ഹെഡ് കോച്ചാണ്. 2025 IPL സീസണ് തൊട്ടു മുമ്പാണ് സ്ഥാനമേറ്റെടുത്തത്. ഏതാനും വർഷങ്ങളായി റോയൽസിന്റെ നായകനാണ് സഞ്ജു. ഇപ്പോൾ സഞ്ജുവിന്റെ കഴിവുകളെക്കുറിച്ച് വാചാലനായിരിക്കുകയാണ് ദ്രാവിഡ്. അനുഭവത്തിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് സഞ്ജു എന്നും ക്യാപ്റ്റൻസി ഒരു കഴിവാണ്, അതിൽ എത്രത്തോളം പരിചയസമ്പത്ത് നേടുന്നുവോ അത്രത്തോളം മികച്ചതായി തീരുമെന്നും സഹതാരങ്ങളെ ആത്മാർത്ഥമായി പരിപാലിക്കുന്നതിനൊപ്പം ബഹുമാനം നേടാനുള്ള സഞ്ജുവിന്റെ കഴിവ് അദ്ദേഹത്തെ ഒരു മികച്ച നേതാവാക്കി മാറ്റുന്നു എന്നുമാണ് ദ്രാവിഡ് പറയുന്നത്. പഠിക്കാനുള്ള ആഗ്രഹമാണ് സഞ്ജുവിനെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു ഗുണമെന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുകയും ക്യാപ്റ്റൻസിയുടെ ആവശ്യകതകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന സഞ്ജു തന്റെ നേതൃപാടവത്തിന്റെ കാര്യത്തിൽ നന്നായി വളർന്നിട്ടുണ്ടെന്നും സഞ്ജു എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുകയും മെച്ചപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ദ്രാവിഡ് കൂട്ടിച്ചേർക്കുകയാണ്. അറിവിനായുള്ള ഈ ദാഹം സഞ്ജുവിന് തന്റെ ടീമിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ സഹായിച്ചുവെന്നും ടീമിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എന്താണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നും അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുമായി ആശയവിനിമയം എങ്ങനെ നടത്തണമെന്ന കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ടെന്നും ദ്രാവിഡ് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ IPL തിരക്കിലാണ് സഞ്ജുവും രാജസ്ഥാൻ റോയൽസും. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായി തിരിച്ചെത്തിയ മത്സരമായിരുന്നു പഞ്ചാബ് കിങ്സിനെതിരായി നടന്നത്. ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ആദ്യ 3 കളികളിലും സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമായിട്ടാണ് സഞ്ജു കളിച്ചത്. ഈ കളികളിൽ റിയാൻ പരാഗാണ് റോയൽസിനെ നയിച്ചത്. 2025 സീസണിൽ തോൽവിയോടെയാണ് റോയൽസ് തുടങ്ങിയത്. ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽസിനെ തകർത്തു. രണ്ടാം മത്സരം 8 വിക്കറ്റിന് KKRനോട് റോയൽസ് തോറ്റു. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മൂന്നാമത്തെ കളിയിൽ രാജസ്ഥാൻ റോയൽസ് വിജയ വഴിയിലേക്ക് എത്തുകയായിരുന്നു. 6 റൺസിനാണ് റോയൽസ് ചെന്നൈയെ വീഴ്ത്തിയത്. നാലാമത്തെ കളിയിൽ പഞ്ചാബ് കിങ്സിനെ 50 റൺസിനാണ് റോയൽസ് തകർത്തത്. സീസണിലെ ആദ്യ കളിയിൽ പഞ്ചാബ് കിങ്സിനോട് 11 റൺസിന്റെ തോൽവിയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ഏറ്റുവാങ്ങിയത്. രണ്ടാമത്തെ കളിയിൽ മുംബൈ ഇന്ത്യൻസിനെ 36 റൺസിന് ഗുജറാത്ത് തകർത്തു. മൂന്നാമത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 8 വിക്കറ്റുകൾക്ക് വീഴ്ത്തിയ ഗുജറാത്ത് അവസാന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും 7 വിക്കറ്റിന് തകർത്തു. പിന്നാലെ കനത്ത പരാജയമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് നേരിട്ടത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റിന് 217 എന്ന കിടിലൻ സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ മറുപടി 159 അവസാനിച്ചു. ഈ മാസം 13-ന് കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെയാണ് റോയൽസിന്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത്. ഗുജറാത്തിന്റെ തുടർച്ചയായ 4ാം ജയമായിരുന്നു ഇത്. കിടിലൻ ഫോം തുടരുന്ന ഓപ്പണർ സായ് സുദർശന്റെ അർദ്ധ സെഞ്ചുറിയോടെ ഗുജറാത്ത് ടൈറ്റൻസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 217 റൺസാണ് എടുത്തത്. സായ് സുദർശൻ 53 പന്തിൽ 82 റൺസ് നേടിയിരുന്നു. സീസണിലെ റൺവേട്ടക്കാരിൽ നിക്കോളാസ് പൂരിന് തൊട്ടു പിന്നിലായി 2ാം സ്ഥാനത്തേക്ക് ഉയരാനും സുദർശന് ഇതോടെ സാധിച്ചു. ഏപ്രിൽ 13 ഞായറാഴ്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ റോയൽസ് ഇറങ്ങും. ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയമാണ് ഈ കളിക്ക് വേദിയാവുക.